Good evening, dear students. Welcome to Big Learning. നമ്മുടെ ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി പവർ ഇലക്ട്രോണിക്സിന്റെ ക്ലാസ് ആണത്. ഇന്നത്തെ ക്ലാസ്സിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് UJT നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറയുന്ന ഈ ഒരു സർക്യൂട്ട് നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. UJTന്റെ വർക്കിംഗ് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇതിൽ എന്താണ് ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ? ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പീരിയോഡിക് ആയിട്ടുള്ള മോഷൻ തരുന്ന എന്തിനേയും നമുക്ക് അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ടുള്ള മോഷൻ വരുന്ന രീതിയിൽ വോൾട്ടേജിനെ സ്വിങ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ഇലക്ട്രോണിക് സർക്യൂട്ടിനെ നമുക്ക് ബേസിക്കലി ഒരു ഓസിലേറ്റർ എന്ന് വിളിക്കാം. അപ്പം ഇവിടെ ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓസിലേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്പൈക്കുകളാണ്. ഒരു സ്പൈക്ക് പോസിറ്റീവിലേക്ക് ഒരു സ്പൈക്ക് വന്നു, അപ്പം അതിനുശേഷം കൃത്യം അടുത്ത ഇന്റർവെല്ലിൽ അടുത്ത സ്പൈക്ക് വരികയാണ്. അപ്പം ഇത്തരത്തിലുള്ള സ്പൈക്കുകൾ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇന്റർവെല്ലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതുപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനാണ് ബേസിക്കലി ഓസിലേഷൻ എന്ന് പറയുന്നത്. യെസ്, അപ്പം നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ സർക്യൂട്ടിലെ ഈ ഒരു ഓസിലേറ്ററിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പൾസിൻ്റെ ഡ്യൂറേഷൻ, ഇതാണ് ഇതിൻ്റെ ടൈം പീരീഡ് T. ഈ ടൈം പീരീഡ് ആക്ച്വലി തീരുമാനിക്കുന്നത് ഇവിടെയുള്ള ഈ കപ്പാസിറ്ററാണ്. ഓക്കെ, ഈ ഒരു കപ്പാസിറ്ററാണ്, കപ്പാസിറ്ററുടെ C1 എന്ന് നോട്ട് ചെയ്തിരിക്കുന്നത്. ഈ കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതെന്ത് വാല്യൂ, എന്ത് റേറ്റിങ്ങിലുള്ളതാണെന്നനുസരിച്ചാണ് നമുക്ക് ഏത് തരത്തിലുള്ള പൾസ്, അതായത് ഏത് ഇന്റർവെല്ലിലുള്ള പൾസ് നമുക്ക് കിട്ടുമെന്ന് തീരുമാനിക്കുന്നത്. അതേപോലെ ഈ R3 എന്ന് പറയുന്ന റെസിസ്റ്റർ ആക്ച്വലി കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്ററാണ്. സോ ദിസ് ഈസ് ആക്ച്വലി എ ചാർജിങ് റെസിസ്റ്റർ. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് വളരെ വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ഓസിലേറ്റർ ഓഫ് കണ്ടീഷനിലാണ്, അതായത് നിങ്ങളുടെ UJT ഓഫ് ആണെന്ന് വിചാരിക്കുക. അപ്പം UJT ഓഫ് ആവുന്ന സമയത്ത് ഈ VSൽ നമ്മളൊരു പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, ആ പവർ സപ്ലൈ ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ലൈക്ക് ഇതിങ്ങനെ ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ, നോർമലി അതിന് രണ്ട് വഴിയുണ്ട് പോകാൻ. ഇതിലേയും പോവാം, ഇതിലേയും പോവാം, അല്ലേ? ഇപ്പം UJT ആക്ച്വലി ഓഫ് ആയതുകൊണ്ട് ഈ ഒരു പാത്ത് ആക്റ്റീവ് അല്ല. അതായത് ഇങ്ങനെ കറണ്ടിന് പോകാനുള്ള വഴി ബേസിക്കലി ഇല്ല, UJT ഓഫ് ആയതുകൊണ്ട്. അപ്പം അങ്ങോട്ട് വഴിയില്ലാത്തതുകൊണ്ട് കറണ്ട് ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ വന്ന അത്രയും കറണ്ട് തന്നെ ഇതിന് വരുന്നു, ഈ ഒരു ചാർജിങ് കപ്പാസിറ്ററിലൂടെ ചാർജിങ് റെസിസ്റ്ററിലേക്ക് കയറുക ചെയ്യാം. ആ റെസിസ്റ്റർ വഴി ഇത് ബേസിക്കലി എന്ത് ചെയ്യും? ഈ ഒരു കപ്പാസിറ്ററിലേക്ക് എത്തും. ഓക്കെ, ഒരു കപ്പാസിറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്ററിലേക്കും പോകും, അതേപോലെ തന്നെ UJTന്റെ ഈ ഒരു ജംഗ്ഷനിലേക്കും പോകും. ഈ കപ്പാസിറ്റർ എന്താവും? ഇറ്റ് സ്റ്റാർട്ട്സ് ചാർജിങ്, ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള UJTന്റെ സ്പെക്ക് അനുസരിച്ച് UJT ഓൺ ആവണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ എമിറ്ററിനും ബേസ് 1നും ഇടയ്ക്കുള്ള, എമിറ്ററിനും ബേസ് 1നും ഇടയ്ക്കുള്ള വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എത്തണം, അല്ലേ? ഇത് ചാർജായി ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളുടെ UJT ഓഫ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്നും ഇറ്റ് വിൽ ഗോ ടു ഓൺ സ്റ്റേറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ഓൺ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കാന്ന് വെച്ചാൽ, ഇതിലെ ഒരു പാത്ത് വരും കറണ്ടിന്, അല്ലേ? അപ്പോൾ ആ ഒരു പാത്ത് നമ്മളുടെ കറണ്ട് എടുക്കും. മാത്രമല്ല, ഈ കപ്പാസിറ്റർ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വോൾട്ടേജ് ഇങ്ങനെ അത് ഡിസ്ചാർജ് ചെയ്ത് കളയുകയും ചെയ്യും. ബിക്കോസ് അതിനിപ്പോൾ ഒരു
വഴിയുണ്ട് ആക്ച്വലി ഡിസ്ചാർജ് ചെയ്യാൻ. അപ്പം അങ്ങനെ അത് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ ഒരു മെത്തേഡ് ഇങ്ങനെ അല്ലെങ്കിൽ ഈ റൂട്ടിൽ ഡിസ്ചാർജ് ചെയ്യും. അപ്പം ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിന് താഴെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എത്തുകയാണ്. ഇപ്പൊ UJT-നെ ഓൺ സ്റ്റേറ്റിൽ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു വോൾട്ടേജ് ആണ്. നമുക്ക് വേണമെങ്കിൽ VEB1 എന്ന് നമുക്ക് പറയാം. ഈ ഒരു വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ താഴെയാണെങ്കിൽ, ഏതാണ് ആ പോയിന്റ്? നമ്മൾ 2 പോയിന്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോയിന്റ് എന്ന് പറയുന്നത് പീക്ക് പോയിന്റ് ആണ് അല്ലെ. ഒന്ന് പീക്ക് പോയിന്റ് ആണ്, രണ്ടാമത്തത് വാലി പോയിന്റ് ആണ്. അപ്പൊ കപ്പാസിറ്ററിന്റെ ചാർജ് കൂടി അത് പീക്ക് പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ UJT ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഓൺ സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കറണ്ടിന്റെ വഴികൾ കംപ്ലീറ്റ് മാറുന്നു. കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവാൻ തുടങ്ങുന്നു. കപ്പാസിറ്റർ ഡിസ്ചാർജായി വാലി പോയിന്റിലും താഴേക്ക്, ഈ പീക്ക് പോയിന്റ് വാലി പോയിന്റ് എന്നൊക്കെ പറയുന്ന വോൾട്ടേജസ് ആണ്, ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലും താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ UJT ഏത് സ്റ്റേറ്റിലേക്ക് പോകും? ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും. ഓഫ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഈ ഒരു സൈക്കിള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ആക്ച്വലി ഈ ഒരു പൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് പൾസ് അല്ല, ഇതിന് ഇത്രയൊരു പൾസ് ഡ്യൂറേഷൻ ഉണ്ട് അല്ലേ. അപ്പൊ ഈ പൾസ് ഡ്യൂറേഷൻ ഇത്ര വരുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. സോ ദിസ് ഇസ് ആക്ച്വലി ഡിസ്ചാർജിങ് ടൈം. നമ്മളൊരു ബാറ്ററി എടുത്ത് ആ ബാറ്ററിയെ നമ്മളൊരു ലോഡിലേക്ക് കണക്ട് ചെയ്തു, ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ മോട്ടർ കറങ്ങുന്നതോറും ബാറ്ററി എന്തായിക്കൊണ്ടിരിക്കും? അതിന് വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഇനി നിങ്ങൾ ഈവൻ ആ ഒരു ബാറ്ററീൻ്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടി അല്പസമയം കൊണ്ടേ ആ ഒരു ബാറ്ററിയിലെ ചാർജ് കംപ്ലീറ്റ് ഇറങ്ങി പോകുള്ളൂ. കുറച്ച് സമയം എന്തായാലും എടുക്കും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വോൾട്ടേജ് ഒരൊറ്റ മൊമെൻറ്റിൽ അതിന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയമാണ് ബേസിക്കലി നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഇത് ഡിസ്ചാർജ് ആയി പോകുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതാണ് UJT റിലാക്സേഷൻ ഓസിലേറ്റർ. ഈ ഓസിലേറ്ററിൻ്റെ എവിടുന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു എന്നതിനനുസരിച്ച് നമുക്ക് 2 തരത്തിലുള്ള പൾസസ് കിട്ടും. അത് പോസിറ്റീവ് പൾസും നെഗറ്റീവ് പൾസും ആണ്. നമ്മൾ B2 എന്ന് പറയുന്ന B2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു നെഗറ്റീവ് പൾസാണ് നമുക്ക് കിട്ടുക. B1 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് പൾസും കിട്ടും. അപ്പം ആസ് ലോങ് ആസ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നിടത്തോളം സമയം നമുക്ക് ഇത്തരത്തിലുള്ള പൾസുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പൾസുകൾ തമ്മിലുള്ള ഇൻ്റർവെല്ലോ ആ പൾസിൻ്റെ ഡിസ്ചാർജിങ് ടൈമോ ഒക്കെ നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെയും ഈ കപ്പാസിറ്ററിനെയും പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇപ്പം നമുക്ക് വേണ്ട പൾസ് എടുത്ത് ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്കായ R1 R2 റെസിസ്റ്ററും അതേപോലെ R3 ചാർജിങ് റെസിസ്റ്റർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എത്ര മൈക്രോ ഫാരഡ് ആണെന്നുള്ളതനുസരിച്ച് നമുക്ക് ഈ വിഡ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓക്കെ, യെസ്. ഇനി ഇങ്ങനെ ഒരു പൾസ്, ഇതാണ് ബേസിക്കലി UJT റിലാക്സേഷൻ ഓസിലേറ്റർ. അപ്പം ഇത് വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള UJT സ്പീഡ് കൺട്രോളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ UJT ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ SCRനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. SCRൻ്റെ ഗേറ്റിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൾസ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഈ പൾസ് കിട്ടും തോറും നമ്മൾ SCR ഓൺ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പൾസ് കിട്ടുമ്പോൾ SCR ഓൺ ആവുന്നു. അതിനുള്ളിൽ സൈക്കിളിൻ്റെ വാല്യൂ, ഇതിപ്പം AC ആണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ, AC നോർമലായിട്ട് അത് എന്ത് ചെയ്യും? 0ലേക്ക് പോകുമ്പോൾ SCR ഓഫ് ആയി പോകും. വീണ്ടും നമ്മൾ SCRനെ ഓൺ ആക്കണം. അപ്പോൾ അത് ഓൺ ആക്കാൻ വേണ്ടി വീണ്ടും ഇവിടെ അടുത്ത പൾസ് വരുന്നു. അപ്പോൾ ഓരോ തവണ SCR ഓണായി തന്നെ ഓഫ് ആവും തോറും നമ്മൾ അതിനെ ഓൺ ആക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ ഓൺ ആക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് പൾസ് കൊടുക്കണം. അപ്പോൾ ഈ സമയവും കാര്യങ്ങളൊക്കെ നമുക്ക് കപ്പാസിറ്ററിൻ്റെയും റെസിസ്റ്ററിൻ്റെയും വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അഡ്ജസ്റ്റബിൾ ആയി കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ട്രിഗറിങ് സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഒരു സെക്ഷനെ നമ്മൾ പറയുന്നത് വി കോൾ ഇറ്റ്
ട്രിഗർ സർക്യൂട്ട്. ഇതിനെ നമ്മൾ ട്രിഗർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എക്സ്റ്റെൻസീവ് ആയിട്ട് അപ്ലിക്കേഷൻ ഉണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസിൽ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ CRO എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. CROയിലെ ടൈം ബേസ് ജനറേറ്ററിന് കൃത്യമായിട്ടുള്ള ഇന്റർവെൽ കൊടുക്കുന്ന ട്രിഗർ സർക്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ UJT സർക്യൂട്ടുകളാണ് ഉള്ളത്. അപ്പോൾ SCR എത്ര തവണ ഓണായി ഓഫ് ആവുന്നു എന്നതിനനുസരിച്ച് നമ്മളെ മോട്ടറിലേക്ക് ആ പവർ പോവുകയും മോട്ടറിന്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ സ്പീഡ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, SCRനെ ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യണം, ഫാസ്റ്റ് സ്വിച്ചിങ് നടത്തണം. ഫാസ്റ്റ് സ്വിച്ചിങ് നടത്തണമെങ്കിലോ ഇവിടെ ഫാസ്റ്റ് പൾസസ് വരണം. ഓക്കെ, ഫാസ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ടൈം പീരീഡ് കുറവുള്ള പൾസസ്. ടൈം പീരീഡ് കുറവാണെങ്കിൽ ഇവർ അടുത്തടുത്ത് വരും. അപ്പോൾ SCR നമുക്ക് അത്രയും സമയം പെട്ടെന്ന് ഓണാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഈ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സർക്യൂട്ടൊന്നും നിങ്ങൾ പഠിക്കണ്ട. ജസ്റ്റ് ഈ ഒരു, അതായത് UJT താഴെ പറയുന്ന ഏത് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മെമ്മറിയിൽ വേണം. സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ആപ്ലിക്കേഷൻ എന്നൊരു ചോദ്യം ഉറപ്പാണ് ഈ UJT കേട്ടോ. UJT നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന 2 ചോദ്യങ്ങൾ. ഒരു ചോദ്യം നമ്മൾ ഇന്റർ ബേസ് റെസിസ്റ്റൻസും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. RB1 പ്ലസ് RB2 ട്രാൻസ് കണ്ടക്ടൻസ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഇപ്പൊ പറഞ്ഞ കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ PWM പ്രോസസ്സുകൾക്ക് നമ്മൾ UJT ഉപയോഗിക്കാറുണ്ട്. PWM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. പൾസ് വിത്ത് മോഡുലേഷൻ. അപ്പോൾ ഇവിടെ പൾസിന്റെ വിഡ്ത്ത് നമുക്ക് UJT വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നമുക്ക് പല ആപ്ലിക്കേഷന് ഡിമ്മിങ് സർക്യൂട്ടുകൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡിമ്മിങ് സർക്യൂട്ട്, സ്പീഡ് കൺട്രോൾ ആപ്ലിക്കേഷൻ, ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ. ഓക്കെ, അതേപോലെ ടൈം ബേസ് ജനറേറ്റർ കൺട്രോൾ സർക്യൂട്ട്. CROന്റെ ഉള്ളിലുള്ളതാണ് ഈ ടൈം ബേസ് ജനറേറ്റർ. ഈ ടൈം ബേസിന് വേറെ പേരും കൂടിയുണ്ട്, സോ ടൂത്ത് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു UJTന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും വേവ് ഫോംസ് ആണ്. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കപ്പാസിറ്റർ ഇങ്ങനെ ചാർജായി വരും. നമുക്കറിയാം എന്ത് ഡിവൈസ് ആണെങ്കിലും ചാർജായി വരുന്നതനുസരിച്ച് അല്പം ഒന്ന് സ്ലോ ആവും അല്ലേ. നിങ്ങളുടെ ഫോൺ നിങ്ങൾ 60 to 90 ചാർജ് ആവുന്ന സ്പീഡായിരിക്കില്ല, ചാർജ് ആവുന്ന അതേ സ്പീഡായിരിക്കും 90 to 100 ചാർജ് ആവുന്നത്. 100നോട് അടുക്കുന്തോറും കറണ്ട് കുറഞ്ഞ് വരുന്നതുകൊണ്ട് ആക്ച്വലി അതിൻ്റെ ടൈം കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കപ്പാസിറ്റർ അല്ല, ബാറ്ററി അല്ല, എന്താണെങ്കിലും നമ്മൾ ചാർജ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈക്ക് നോൺ ലീനിയർ ആയിട്ടുള്ള റിവേഴ്സ് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു കാര്യം ഇങ്ങനെയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഡിസ്ചാർജിങ് അതേപോലെ തന്നെ ഇങ്ങനെയായിരിക്കും ഡിസ്ചാർജിങ്. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയി കൊടുത്തിരിക്കും. പിന്നെ പൾസ് വിഡ്ത്തിനായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൽ ഈ ഒരു കാര്യം ചില സമയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ പൾസ് വിഡ്ത്ത്, ഈ പൾസ് വിഡ്ത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ പൾസ് വിഡ്ത്ത് കൂടണമെങ്കിൽ ഇപ്പം ഈ ഒരു പൾസ് ഇങ്ങനെ ആവണമെങ്കിൽ, അതായത് ഇപ്പം ഇത്ര ആവണമെങ്കിൽ ആക്ച്വലി കപ്പാസിറ്റർ സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യണം. സ്ലോ ഡിസ്ചാർജ് അല്ലേ. ഇപ്പോൾ സ്ലോ ഡിസ്ചാർജ് ആവണമെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ഉള്ളിലെ വോൾട്ടേജിന് പെട്ടെന്ന് ഇതിലെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ചാർജ് ചെയ്യാനുള്ള വഴി ഉണ്ടാവരുത്, സ്ലോ ആയിട്ടേ പോകാൻ പാടുള്ളൂ. അതായത് നിങ്ങൾ R1 റെസിസ്റ്റൻസ് എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. അപ്പോൾ അതിനാണ് ഈ R1 R2 റെസിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു പൊട്ടൻഷ്യൽ ഡിവൈഡർ മെക്കാനിസം. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇതിലെ പോകുന്ന മെയിൻ കറണ്ട് IDയെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഡ്രെയിൻ കറണ്ടിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്, ഈ ഒരു ഡെപ്തിൽ നമ്മൾ പഠിച്ചാൽ മതി. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമ്മളുടെ UJT ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ UJT റിലാക്സേഷൻ ഓസിലേറ്റർ ആണ് സിലബസിലുള്ളത് എങ്കിലും വെറും 10% പോസിബിലിറ്റി മാത്രമേ അതിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ളൂ. മിക്ക സമയങ്ങളിലും അങ്ങനെയാണ് ഉണ്ടാവാറ്.
UJT-നെ പറ്റിയാണ് ചോദിക്കുക. ഓക്കെ. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. കഴിഞ്ഞ ക്ലാസ് അല്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ്സുമാണ്. ഇന്ന് നമുക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിന്ന് പഠിക്കാനുള്ളത് FET-നെ പറ്റിയാണ്. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് FET, JFET എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ FET എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ബേസിക്കലി. FET എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് JFET ആയിരിക്കും, അല്ലെങ്കിൽ അത് MOSFET ആയിരിക്കും. FET-നകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാലും അത് ഇങ്ങനെ പ്രത്യേകിച്ച് FET എന്ന് പറഞ്ഞൊരു സാധനമല്ല. അത് ഏതൊരു JFET ആയിരിക്കും, അല്ലെങ്കിൽ MOSFET ആയിരിക്കും ഇന്നത്തെ കാലത്ത്. അപ്പോൾ പലതരത്തിലുള്ള ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം നോർമലി ഇത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് സെമി കണ്ടക്ടർ ഡോപ്പിംഗ് ചെയ്യുമ്പം നമുക്കിതിനെ P ചാനൽ FET നമുക്ക് ഉണ്ടാക്കാം, അതേപോലെ N ചാനൽ FET ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആരോ മാർക്ക് പുറത്തേക്കാണെങ്കിൽ എപ്പോഴും P ആയിരിക്കും, ആരോ മാർക്ക് അകത്തേക്കാണെങ്കിൽ എപ്പോഴും N ആയിരിക്കും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ടെർമിനൽസിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കണം. ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് ആണ്. ഇതേ ഡ്രെയിനും സോഴ്സും ഉള്ള മറ്റൊരാൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. PJTക്ക് എന്തായിരുന്നു? ഗേറ്റ്, കളക്ടർ, എമിറ്റർ ആയിരുന്നു. അപ്പോൾ ആ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. 2N സീരീസിലാണ് മിക്കവാറും ഇതിൻ്റെ നെയിമിംഗ് എല്ലാം കൊടുക്കാറ്. കാണാൻ ട്രാൻസിസ്റ്റർ പോലെ തന്നെ ഉണ്ടാവുക. 3 ലെഗുകളാണുള്ളത്. ആ 3 ലെഗുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. യെസ്. പിന്നെ FET ഞാൻ പറഞ്ഞല്ലോ പല ടൈപ്പ് ഉണ്ടെന്ന്. ഇപ്പോൾ FET-ൻ്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ നോക്കുകയാണെങ്കിൽ JFET, MOSFET എന്ന് പറഞ്ഞ് ബേസിക്കലി ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. JFET, MOSFET. അപ്പോൾ ആക്ച്വലി നമ്മളുടെ MOSFET എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ പോലെ തന്നെ ഭയങ്കര ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന ഒരു ടെക്നോളജി ആയിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്കൂളിൽ 1995 to 2000 ആ ഒരു സമയത്താണ്. ഏത് ഡിവൈസിലാണ് ഇത് പ്രോമിനൻ്റ് ആയി വന്നതെന്നറിയോ? നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ സ്പീക്കർ സിസ്റ്റം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സബ് വൂഫർ ഉണ്ടാവും അല്ലേ, പിന്നെ കുറേ മിഡ് റേഞ്ചേഴ്സ് ഉണ്ടാവും, പിന്നെ ട്യൂട്ടേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു സ്പീക്കർ സിസ്റ്റം. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മൾ അസംബിൾ ചെയ്യുന്നതാണെങ്കിലൊക്കെ സ്പീക്കർ സിസ്റ്റം നിങ്ങൾ അഴിച്ചു നോക്കിയാൽ കാണാൻ പറ്റുക. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് എല്ലാത്തിനും കൂടി ഒരൊറ്റ സ്പീക്കർ ആയിരുന്നു. അല്ല, ഒറ്റ സ്പീക്കറിൽ തന്നെയാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി ബേസും മിഡ് റേഞ്ചും ട്യൂട്ടറും ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ റീപ്രൊഡക്ഷൻ തമ്മിൽ ചില സിഗ്നൽസ് തമ്മിൽ ക്യാൻസൽ ആയി പോകാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് ഒരു സ്പീക്കറിലേക്ക് എല്ലാ ടൈപ്പ് വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം MOSFET വന്നതോടുകൂടിയാണ് ശരിക്കും ഈ ബേസ് അല്ലെങ്കിൽ നമ്മൾ ബാസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം നമുക്ക് സ്റ്റീരിയോ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത്. പവർഫുൾ ആയിട്ടുള്ള MOSFET വന്നതോടുകൂടി കറക്റ്റ് നമുക്ക് 2, 3, 4 ചാനലുകളിലെ സിസ്റ്റമൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ MOSFET എന്ന് പറയുന്ന സാധനം അറിയപ്പെടുന്നത് തന്നെ സ്റ്റീരിയോ ആംപ്ലിഫയേഴ്സിൻ്റെ ഉള്ള സ്റ്റീരിയോ ആംപ്ലിഫയേഴ്സും കാർ ആംപ്ലിഫയേഴ്സും. ഓക്കെ. അപ്പം ഈ 41412 എന്ന് പറയുന്ന IC ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മേ ബി നിങ്ങളെ ജനറേഷനിലുള്ളതായിരിക്കും. IC 41412 വളരെ പിന്നെ എന്താ പറയുക, കോളുകളൊക്കെ സൃഷ്ടിച്ചൊരു IC ആണ് ആക്ച്വലി. അപ്പം അത് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സബ് വൂഫറൊക്കെ സാധാ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു BT ബോർഡും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ബേസും ട്രിബിളൊക്കെ മാറ്റി മാറ്റി നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം MOSFET-നെ പറ്റി നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിൽ വരേണ്ട കാര്യം അതാണ് കേട്ടോ. സ്റ്റീരിയോ ആംപ്ലിഫയേഴ്സ് ഇന്നും MOSFET ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ MOSFET 2 ടൈപ്പ് ഉണ്ട് ബേസിക്കലി. ഡിപ്ലീഷൻ ടൈപ്പ്, എൻഹാൻസ്മെൻറ്റ് ടൈപ്പ്. എന്തായാലും നമുക്കിത് പഠിക്കാനില്ല. പക്ഷേ ഈ MOSFET-ൻ്റെ ഒരു ഓൾമോസ്റ്റ് മോഡിഫൈഡ് ഫോമാണ് ഈ IGBT എന്ന് പറയുന്നത്. അവർ തമ്മിലൊരു നല്ല റിലേഷൻ ഉണ്ട്, ബന്ധമുണ്ട്. ഡിപ്ലീഷൻ ടൈപ്പും അതേപോലെ എൻഹാൻസ്മെൻറ്റ് ടൈപ്പും വീണ്ടും N ചാനലും നമുക്ക് ഉണ്ടാക്കാം, അതേപോലെ P ചാനലും ഉണ്ടാക്കാം. സെയിം വേ ആണ് JFET നോക്കുകയാണെങ്കിലും N ചാനലും ഉണ്ട്, അതേപോലെ തന്നെ P ചാനലും ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി JFET മാത്രമേ സിലബസിൽ തന്നിട്ടുള്ളൂ. വളരെ പെർട്ടിക്കുലറായിട്ട് FET, JFET എന്ന് പറഞ്ഞുകൊണ്ട് ബേസിക്കലി എന്തുണ്ടാവില്ല, MOSFET ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല കേട്ടോ. അപ്പം JFET ആണെന്ന് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ടെർമിനൽസിൻ്റെ കാര്യമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഓർത്ത് വയ്ക്കുക. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. സിമ്പിളും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. യെസ്. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ JFET-ൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ JFET-ൻ്റെ കംപ്ലീറ്റ്
എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇതൊരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. എന്താന്നുള്ളത് പറയാം. വോൾട്ടേജ് കൺട്രോൾഡ്, വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്. വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. രണ്ടാമത്തത്, ഇതിന് വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട്. വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ BJT നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് സാധാ ട്രാൻസിസ്റ്റർ നോക്കുകയാണെങ്കിൽ, BJT എന്ന് പറയുന്നത് ഒരു കറണ്ട് കൺട്രോൾ ഡിവൈസാണ്. ഒരു കറണ്ട് കൺട്രോൾഡ് ആണ് അല്ലെ? നമ്മളെപ്പോഴും BJTന്റെ ഇക്വേഷൻ ഒക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്? IC = ബീറ്റ ഇൻറ്റു IB എന്നൊക്കെയാണ് പഠിക്കുന്നത്. അതായത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കറണ്ട് ആണ് അവിടെ. കറണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ BJT കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ BJTന്റെ സ്ട്രക്ചറൽ ഡയഗ്രം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ബയാസ് ചെയ്യുന്ന സമയത്ത് കറണ്ടിന്റെ ഫ്ലോ എല്ലാം പറഞ്ഞിട്ടായിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ ഓർത്താൽ മതി. BJT ബേസിക്കലി എന്താണ്? ഒരു കറണ്ട് കൺട്രോൾഡ് ആണ്. പക്ഷെ ഇവിടെ ഫീൽഡ് കൺട്രോൾഡ് ആണ്. ഈ FET, JFET എന്ന് പറഞ്ഞാൽ, ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഇസ് നത്തിങ് ബട്ട് വോൾട്ടേജ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അതെങ്ങനെയാണ് വോൾട്ടേജ് വെച്ച് കൺട്രോൾ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതിന്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ, ഇത് നല്ല ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫർ ചെയ്യും. നിങ്ങൾക്ക് ഈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആണ് ലോ ആണ് എന്നുള്ളത് കഴിഞ്ഞ ഏതെങ്കിലും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി? എനിക്കൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? സുഫിയാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? സുഭാഷ് IGBT എടുക്കാൻ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി. അത് സെയിം സംഭവം തന്നെയാണ് കേട്ടോ. ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ വളരെ ഹൈ ആണ്. ഇൻപുട്ട് ഇമ്പിഡൻസ് എത്രമാത്രം നമുക്ക് ഹൈ ആക്കാൻ പറ്റുന്നോ അത്രയും ബെറ്റർ. നമുക്ക് ഒരു സ്റ്റേജിൽ നിന്ന് വേറെ സ്റ്റേജിലേക്ക് സിഗ്നൽ ലോസ് അല്ലാതെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ബേസ് ക്യാരക്ടേഴ്സ്. ഈ രണ്ട് ചോദ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിലും വരാവുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏറ്റവും ആദ്യം പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. യെസ്, ഇനി ഇതിന് വർക്കിംഗ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. അതിന്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, ഇതിൽ 4 കോണ്ടാക്ട് പോയിന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ബ്ലാക്ക് കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ, അതായത് 1, 2, 4 പോയിന്റ്സ് കാണാൻ പറ്റും അല്ലേ? അതേപോലെ 4 പോയിന്റ്സ് കാണാൻ പറ്റുമെങ്കിലും 3 ടെർമിനലേ ഉള്ളൂ. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഗേറ്റ് ആക്ച്വലി 2 സ്ഥലത്തും ഷോർട്ട് ചെയ്താ വെച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെയുള്ള ഗേറ്റ് നേരെ ഇങ്ങനെ കണക്ഷൻ എടുത്തിട്ട് അടുത്ത ഗേറ്റിലേക്ക് ഷോർട്ട് ചെയ്തിരിക്കാം. സോ ദാറ്റ് നിങ്ങൾ ഇങ്ങോട്ടൊരു വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ടേക്കും ഒരേ സമയം എത്തും. പിന്നെ ഇതിന്റെ ബേസിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നോക്കാം. ഒരു P സബ്സ്ട്രേറ്റിനുള്ളിൽ ഗ്രീൻ കളറിൽ കാണുന്നതാണ് P സബ്സ്ട്രേറ്റ്. ആ P സബ്സ്ട്രേറ്റിനുള്ളിൽ 2 N ബ്ലോക്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ N ബ്ലോക്കുകൾ ഈ പറഞ്ഞ പോലെ ഇത്രയും അകലെ ആയിരിക്കില്ല, ഇവർ കുറച്ചുകൂടി അടുത്തായിരിക്കും. ശരിക്കും ലിറ്ററലി മൈക്രോസ്കോപ്പിക്കലി കാണുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഇത്രയും ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും വിത്ത് റെസ്പെക്ട് ടു ദ സൈസ് ഓഫ് ദ ഡയഗ്രാം. ഇത്രയും വലുതായിരിക്കും, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ എൻ റീജിയൻ രണ്ടും ഏകദേശം ഒരേ തിക്നെസ്സിൽ ഉണ്ടാക്കാൻ അവർ നോക്കും. പിന്നെ നടുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇത്രയൊക്കെ വൈഡായിട്ട് വരികയാണെങ്കിൽ ഇതിന്റെ നടുക്കുള്ള ഭാഗം, അതായത് ഇപ്പം ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം, അതാണ് ശരിക്കും ചാനൽ എന്നറിയപ്പെടുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ചാനൽ. അപ്പം മിക്ക സമയത്തും ചോദ്യം ചോദിക്കാറുണ്ട്, ഡ്രെയിനും സോഴ്സിനും ഇടയ്ക്കുള്ളത് എന്താണ്? ഒരു ഡിപ്ലീഷൻ ലെയർ ആണോ, അതോ ഒരു ഡോപ്പ് ചെയ്ത എൻ ടൈപ്പ് മെറ്റീരിയൽ ആണോ, അതോ ഒരു ചാനലാണോ? അപ്പൊ ചാനൽ എന്ന് പറയുന്ന വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. യെസ്, പിന്നെ ഇത് രണ്ട് ഡയഗ്രാം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. N ഉള്ള സ്ഥലത്ത് പിയും P ഉള്ള സ്ഥലത്തും N മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് N ചാനൽ ഫെൽട്ടും അതുപോലെ P ചാനൽ ഫെൽട്ടും നമുക്ക്
ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ വർക്കിംഗ് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഈ ഒരു ഡയഗ്രം വെച്ച് നമുക്ക് ഈ ഡ്രെയിനിലാണ് നമ്മൾ ബേസിക്കലി സപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു വളരെ വലിയൊരു സോഴ്സ് ബാറ്ററിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ബാറ്ററീൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു മോട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് വിചാരിച്ചു. ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഇത് സോഴ്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതൊരു 24 വോൾട്ട് ബാറ്ററിയാണ്. 24 വോൾട്ട് ഡി സി ആണ്. ഇതൊരു 24 വോൾട്ട് 8 ആംപിയറിന്റെ ഒരു മോട്ടറാണ്, ഡി സി മോട്ടറാണ് എന്ന് വിചാരിച്ചോളൂ. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. അപ്പം ജെഫെട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഗേറ്റിൽ ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തതായിട്ട് ഞാൻ പറയുന്നില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഇൻ ഓഫ് കണ്ടീഷൻ. സിസ്റ്റം കംപ്ലീറ്റ്ലി ഓഫ് കണ്ടീഷനിലാവുന്ന സമയത്ത് നമ്മളുടെ മോട്ടർ ഫുൾ ഓൺ ആയിരിക്കും. ഓക്കെ, സാധാരണ നമ്മൾ UJT-യിലൊക്കെ പഠിക്കുന്നത് എന്താണ്, നമ്മൾ ഗേറ്റ് കൊടുക്കും തോറും സിസ്റ്റം ഓണായി വരും. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് പതിയെ ഓണായി വരും. ഇവിടെ അങ്ങനെയല്ല. സിസ്റ്റം ഓഫ് ആയിരിക്കുമ്പോൾ നമ്മൾ ജെഫെട്ടിൻ്റെ കണക്ഷനിൽ നമ്മൾ ഒന്നും കൊടുക്കാത്ത സമയത്ത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ 2 ഡ്രെയിനും സോഴ്സും തമ്മിൽ നമ്മളൊരു ബാറ്ററിയിലേക്ക് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെന്നാണ് അർത്ഥം. അപ്പം അതായത് ഇതിലെ ഒരു കറണ്ട് ഫ്ലോ നോർമലി ഉണ്ടാകും. ഇങ്ങനെ ഒരു നോർമലി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഇനി നമ്മളിവിടെ കുറച്ച് ഈ ഗേറ്റിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ പരിപാടികൾ ചെയ്തതുകൊണ്ട് ഈ പോകുന്ന കറണ്ടിന്റെ എമൗണ്ട് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഗേറ്റിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, വാട്ട് എവർ ബി ദ ഇൻപുട്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഗേറ്റിലേക്ക് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് പോകുന്ന ഇപ്പം നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ കറണ്ട് ഉണ്ടല്ലോ, ഈ കറണ്ട് കുറയും. അപ്പം കറണ്ട് കുറയുമ്പം ബേസിക്കലി എന്താ നടക്കുക, ഇവിടെ മോട്ടർ എന്താവും, സ്ലോ ആവും. ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ്സ്. അങ്ങനെയാണ് നമ്മളിവിടെ ഈ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജെഫെട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല. ഇതിൽ മേ ബി ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഇതാണ്, നെഗറ്റീവ് ഇതാണ്. സോ ദാറ്റ് നമ്മൾ ഡ്രെയിനിൽ കൊടുത്തിട്ടുള്ള പോസിറ്റീവ് ആണ്, സോഴ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു. ഇതിലേക്ക് നമ്മൾ മറ്റൊരു ബാറ്ററി എടുക്കുക. ആ ബാറ്ററി എടുത്തിട്ട് ആ ബാറ്ററി ഇങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. ജസ്റ്റ് ലൈക്ക് ആ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ ഗേറ്റിലേക്ക് കൊടുത്തു, നമ്മൾ സോഴ്സിലേക്ക് ഷോർട്ട് ചെയ്തു. ഓക്കെ, സോ നെഗറ്റീവും ഷോർട്ടായി, പോസിറ്റീവും പോസിറ്റീവ് കൊടുത്തിരിക്കുന്നു, നെഗറ്റീവ്. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയാലോ? യെസ്. അപ്പോൾ ഈ ബാറ്ററി ഞാനിപ്പോൾ വരച്ചപ്പം അവിടെ ഒരു ബാറ്ററി വരച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ 2 ബാറ്ററി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാറ്ററി ചെറുതാണ് എന്തിനെ സംബന്ധിച്ച്, ആ വലിയ ബാറ്ററിയെ സംബന്ധിച്ച്. ഇനി നമ്മൾ ഇതിൻ്റെ പേരാണ് പഠിക്കേണ്ടത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ പേര് നോക്കുക. ഈ ബാറ്ററിയുടെ വോൾട്ടേജിനെ VDS എന്നാണ് വിളിക്കുന്നത്. VDS എന്തുകൊണ്ടായിരിക്കും? വോൾട്ടേജ് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ്. ഡ്രെയിനിനും സോഴ്സിനും ഇടയ്ക്കാണ് ആക്ച്വലി എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സെറ്റപ്പ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, VDS എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാം? ഇതിനെ നമുക്ക് VGS എന്ന് വിളിക്കാം. VGS. ഇതിലെ പോകുന്ന ഈ കറണ്ടിനെ നമുക്ക് കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രെയിനിലാണ്, എൻഡ് ചെയ്യുന്നത് സോഴ്സിലേക്കാണ്. അപ്പോൾ നമുക്കിതിനെ ID എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ID എന്നാണ് ഈ കറണ്ടിനെ നോർമലി വിളിക്കുന്നത്. യെസ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കണക്ഷനിൽ ഈ VGS എന്ന് പറയുന്ന ബാറ്ററിയുടെ കണക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക.
വി ജി എസ് ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു എൻ ടൈപ്പ് മെറ്റീരിയലിലേക്കാണ് അല്ലേ? ഈ പോസിറ്റീവ് കണക്ഷൻ നേരെ പോകുന്നത് ഒരു എൻ ടൈപ്പിലെ മെറ്റീരിയലിലേക്കാണ്. നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് നേരെ അങ്ങോട്ടാ ഒരു പി ടൈപ്പ് മെറ്റീരിയലിലേക്കാണ്. അപ്പൊ ഇതേപോലെ ഒരു ഡയോഡാണെന്ന് വിചാരിക്കാം. എൻ പി ആണ്. അപ്പൊ ഇതിലെ എന്നിലേക്ക് ഞാൻ പോസിറ്റീവ് സൈഡും പിയിലേക്ക് നെഗറ്റീവ് സൈഡും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻ പി ജംഗ്ഷൻ എന്ത് ബയാസിലേക്ക് പോകും? റിവേഴ്സ് ബയാസിലേക്ക് bias. പോകും. യെസ്. ഈ റിവേഴ്സ് ബയാസിന്റെ പ്രത്യേകത എന്താണ്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലുതാക്കി വയ്ക്കാം. യെസ്. യെസ്. ഇപ്പൊ ഇവിടെ നമ്മൾ പോസിറ്റീവ് കൊടുത്തു, ഇവിടെ നെഗറ്റീവ് കൊടുത്തു. പോസിറ്റീവ് കൊടുക്കുന്ന എന്നിലേക്കാണ്, നെഗറ്റീവ് കൊടുക്കുന്ന പിയിലേക്കാണ് അല്ലെ? അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെയൊക്കെ കുറെ ഹോളുകൾ ഉണ്ടാവും. എൻ എന്ന് പറഞ്ഞാലോ, എന്നിനകത്ത് സ്വാഭാവികമായിട്ടുണ്ടാവുക ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇലക്ട്രോൺസ് വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വരയ്ക്കണം. ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരയ്ക്കണം. ഓക്കെ. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എൻ ടൈപ്പ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കും. ബിക്കോസ് അവിടെ പി ഉണ്ട്, ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ അട്രാക്റ്റഡ്. അതേപോലെ ഈ പോസിറ്റീവ് ഹോൾസ് ഒക്കെ എങ്ങോട്ട് പോകാൻ പറ്റും? ഈ നെഗറ്റീവ് ചാർജ് കൊടുത്തിട്ടുള്ള ബാറ്ററിന്റെ ടെർമിനലിലേക്ക് പോകാൻ ശ്രമിക്കും. അപ്പൊ ഇവര് രണ്ട് സൈഡിലേക്കും പോകാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഹോൾസ് ഒക്കെ ഇങ്ങനെ ഒരു റീജിയനിലേക്കും അല്ല, ഇലക്ട്രോൺസ് ഒക്കെ ഈ റീജിയനിലേക്കും, ഇവിടെ ഉണ്ടായിരുന്ന ഹോൾസ് ഒക്കെ ഈ ഒരു ഭാഗത്തേക്കും വന്ന് ഇങ്ങനെ എഡ്ജിലേക്ക് വന്ന് നിൽക്കും. അപ്പം നേരത്തെ ഇവര് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഈ ഒരു തിക്നെസ് അല്ല ഇപ്പൊ. ഈ തിക്നെസ് ഇപ്പൊ കൂടി, ശരിയല്ലേ? അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന തിക്നെസ് എന്ന് പറഞ്ഞാൽ മേ ബി ഇത്രയും തിക്നെസ് ആയിരുന്നു ഇവർ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവർ രണ്ടുപേരും സൈഡിലേക്ക് പോയതുകൊണ്ട് ആ തിക്നെസ് കൂടി. സുരേഷ് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? യെസ്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ, ഡിപ്ലീഷൻ റീജിയൻ. അപ്പൊ നമ്മൾക്ക് ഈ റിവേഴ്സ് ബയാസുമായിട്ട് കണക്ട് ചെയ്യുമ്പം ഈ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവേഴ്സ് ബയാസ് ചെയ്യുന്ന സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യും? കൂടും. ഓക്കെ. ഇനി നിങ്ങൾ ഇവിടെ തിരിച്ചാ കൊടുക്കുന്നെങ്കിലോ, ഇവിടെ നിങ്ങൾ നെഗറ്റീവും ഇവിടെ നിങ്ങൾ പോസിറ്റീവാ കൊടുക്കുന്നെങ്കിൽ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങോട്ട് അട്രാക്റ്റഡ് അല്ലെ? അട്രാക്റ്റഡ് ആവുമല്ല, റിപ്പൽ ആവും. പോസിറ്റീവിലേക്ക് നെഗറ്റീവ് ആണെങ്കിൽ റിപ്പലായി ഈ ജംഗ്ഷൻ ബ്രേക്ക് ആവും. ആ ജംഗ്ഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ മിക്സ് ആവും. അത് ബ്രേക്ക് ആവുന്ന വോൾട്ടേജ് ആണ് സിലിക്കണ് 0.7ഉം ജെർമേനിയത്തിന് 0.3 വോൾട്ട് അല്ലെ? എന്ന് നമ്മൾ നീ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ പോസിറ്റീവ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ റിവേഴ്സ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിവേഴ്സ് ബയാസ് ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടി കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഈ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ബാറ്ററീന്റെ ഇരട്ടി 2 ടൈംസ് ഇരട്ടി പവറുള്ള ബാറ്ററിയാണ് റിവേഴ്സ് ബയാസിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ റീജിയൻ വീണ്ടും വൈഡ് ആവും. ഓക്കെ, ഈ റീജിയൻ വീണ്ടും വൈഡ് ആവും. അപ്പൊ ഇവിടെ എന്താ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് റിവേഴ്സ് ബയാസിൽ കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്ന ഭാഗം, ഡിപ്ലീഷൻ റീജിയൻ ആദ്യം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഗ്രോ ചെയ്യും, കണ്ടോ?
അപ്പൊ ആ ഡിപ്ലീഷൻ റീജിയൻ കൂടാനുള്ള കാരണം ബേസിക്കലി എന്താണ്? ഡിപ്ലീഷൻ റീജിയൻ കൂടാനുള്ള കാരണം നമ്മളിവിടെ റിവേഴ്സ് ബയാസിൽ വോൾട്ടേജ് കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഗ്രോത്ത് രണ്ട് സൈഡിലും ഉണ്ടാവാതെ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ മാത്രം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കാം ഇവിടെ പോസിറ്റീവിനോട് അടുത്ത ഭാഗത്താണ് കൂടുതൽ ഡിപ്ലീഷൻ സംഭവിക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ പൊട്ടൻഷ്യലാണ് അല്ലേ, സീറോ പൊട്ടൻഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഈ ഭാഗം പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ വരുന്ന ഭാഗമായതുകൊണ്ട് ഇവിടെയാണ് കൂടുതൽ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ എഫക്റ്റ് ഇങ്ങനെ മാറിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കിപ്പം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇവിടുത്തെ ചാനൽ തിന്നായി. ചാനൽ ബിക്കംസ് തിൻ. അപ്പൊ ചാനൽ തിന്നായിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഇപ്പം കറണ്ടിന്റെ ഒഴുക്കും കുറഞ്ഞിട്ടുണ്ടാവും. ബിക്കോസ് ഇറ്റ് ഹാസ് വെരി ലെസ് സ്പേസ് ടു മൂവ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഇതിനെ പരമാവധി എന്താ പറയുക, പരമാവധി ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ കറണ്ടിനെ ബ്ലോക്ക് ചെയ്ത് ഒരു പോയിന്റ് വരെ പരമാവധി ബ്ലോക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പിടിക്കാൻ വേണ്ടി നമ്മൾ VGS കൊടുക്കേണ്ട വോൾട്ടേജ് ആണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. പിഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ട് നുള്ളുന്നതല്ല, അതുപോലെ അല്ലേ ഈ രണ്ട് ഭാഗവും ഇങ്ങനെ സ്പേസ് കുറഞ്ഞു വരികയാണ്. അപ്പൊ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ VGS നമ്മൾ കൂട്ടും തോറും ഇതിന്റെ ഗ്രോത്ത് നമുക്ക് കൂട്ടാൻ പറ്റും. പുറത്ത് കാണിക്കാം. അപ്പം VGS നമ്മൾ കൂട്ടും തോറും ഇതിന്റെ ഗ്രോത്ത് ആദ്യം ഇതിനെ നമുക്ക് ഇത്രയും ഗ്രോ ചെയ്യിപ്പിക്കാം. രണ്ട് ഭാഗം ഒരേപോലെ ഗ്രോ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഇത് എന്തായി, ഇത് കുറച്ചുകൂടി വലുതായി ഇങ്ങനെ വന്നു. പിന്നെ നമ്മൾ VGS കൂട്ടുകയാണെങ്കിൽ വീണ്ടും ഇത് ഇങ്ങനെ അടുത്ത് വന്നു. എന്നാൽ ഇവർ തമ്മിൽ മുട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ VGS കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫർദർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ തമ്മിൽ അടുപ്പിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു പോയിന്റ് മാക്സിമം നമുക്ക് ഈ ചാനലിന്റെ വിടുത്ത് സ്ലിം ആക്കാനുള്ള, കുറയ്ക്കാനുള്ള, അല്ലെങ്കിൽ ഇതിലൂടെയുള്ള കറണ്ടിനെ നമുക്ക് മാക്സിമം കുറയ്ക്കാനുള്ള നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജ് ആണ് ഈ പിഞ്ച് ഓഫ് വോൾട്ടേജ്. അത് ഈ VGS അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ഇവർ തമ്മിൽ എന്തായി പോകും, ഇത് ഇങ്ങനെ ഓവർലാപ്പ് ആയി പോകും. ഓവർലാപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ സീറോ കറണ്ട്, 0 ആംസ് ആയിരിക്കും അതിന് പോകുന്ന കറണ്ട്. അപ്പൊ അത് നമ്മൾ വേറൊരു പേര് പറയും. അപ്പൊ പിഞ്ച് ഓഫ് വോൾട്ടേജിൽ ആക്ച്വലി കോൺസ്റ്റന്റ് കറണ്ട് കിട്ടും. കോൺസ്റ്റന്റ് കറണ്ട് പിഞ്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ കറണ്ടിനെ കുറയ്ക്കാൻ നമുക്ക് പറ്റൂല. അതുവരെ വോൾട്ടേജ് VGS കൂടി കഴിഞ്ഞാലും കറണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു പോയിന്റിൽ വെച്ച് പിന്നെ VGS കാര്യമായിട്ട് കൂടിയ മീൻസ് നമ്മൾ കൂട്ടിയാലും അതിൽ പോകുന്ന കറണ്ടിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് മാക്സിമം അതിലെ ഒരു ഗ്രോത്ത് വന്നു കഴിഞ്ഞു. ഇതായിരിക്കും ആ ഗ്രോത്ത്. പിന്നെ നമ്മൾ കൂട്ടി 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 പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ പിന്നെയും കുറേ ഹയർ വാല്യൂയിലേക്ക് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ ഇതെന്താവും, തമ്മിൽ കൊളാപ്സ് ആയി പോകും. അപ്പൊ അതിന് നമ്മളൊരു പേര് വിളിക്കും. ഇതാണ് ബേസിക്കലി നമ്മളുടെ JFET വർക്കിംഗ്. അപ്പൊ ഈ JFET വർക്കിങ്ങിൽ യൂണീക്കായി നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണ് കേട്ടോ. അതായത് നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടർ ഡിവൈസസ്, ഓക്കെ, അത് ഇപ്പോൾ ഒരു SCR ആയിക്കോട്ടെ, IGBT ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ആയിക്കോട്ടെ, ഇവരൊക്കെ ശരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഗേറ്റിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഔട്ട്പുട്ടിൽ കറണ്ട് കൂട്ടുകയാണ് ചെയ്യുക. ഓക്കെ, ഔട്ട്പുട്ടിൽ കറണ്ട് കൂട്ടുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഗേറ്റ് കൊടുക്കാത്ത സമയത്തായിരിക്കും മാക്സിമം വോൾട്ടേജും കറണ്ടും ലോഡിന് അക്രോസ് വരുന്നത്. ലോഡ് നല്ല ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, നമ്മളിത് പവർ ചെയ്യാതെ വെറുതെ ഔട്ട്പുട്ട് മാത്രം കണക്ട് ചെയ്യുമ്പോഴാണ്. ഇൻപുട്ടും കൂടി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ടിലെ വാല്യൂവിനനുസരിച്ച് ഇതിന്റെ പെർഫോമൻസ് താഴേക്ക് വരികയാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഒരിക്കലും ഇവിടെ ഈ ഡിപ്ലീഷൻ ലെയർ കൂടുക എന്നതല്ലാതെ ഈ N ചാനലിലുള്ള ഒരു ഇലക്ട്രോൺ ഒരിക്കലും ഈ P ചാനലിലുള്ള ഒരു ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താ? കാരണം ഈ ജംഗ്ഷന്റെ വിഡ്ത്ത് കൂടി വരിക. ഈ ഒരു ജംഗ്ഷൻ ബ്രേക്ക് ചെയ്ത് വേണം ഇയാൾക്ക് ഇങ്ങോട്ട് എത്താൻ. ആ ബ്രേക്ക് ചെയ്യേണ്ട ജംഗ്ഷന്റെ കട്ടി ഓരോ നിമിഷം കൂടുന്തോറും കൂടി വരികയാണ് അല്ലേ. അതാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ജംഗ്ഷൻ ബ്രേക്ക് ആവുന്നില്ല. അതുകൊണ്ട് N ചാനലിലുള്ള ഒരു ഇലക്ട്രോൺ പോലും
പി ചാനലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പം അങ്ങനെ ജോയിൻ ചെയ്യാതെ ഇവരൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഫീൽഡ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫീൽഡ് എഫക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏതോ ഒരു ഇത് പഠിച്ച പോലെ IGBT ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ കറക്റ്റ് കറണ്ട് ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ട് ആക്ച്വലി 0 ആംപിയറാണ്. ഒരു കറണ്ട് ഇതിനുള്ളിലേക്ക് ഫ്ലോ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പുറത്തുകൂടിയുള്ള ഈ ഒരു ഡ്രെയിൻ ടു സോഴ്സ് കറണ്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എൻറ്റയർലി വേറെ വഴിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. വാട്ട് ഈസ് ദ മിനിമം കറണ്ട് ദാറ്റ് ഈസ് ആക്ച്വലി ഫ്ലോയിങ് ത്രൂ ദ NP ജംഗ്ഷൻ ഓഫ് എ JFET? ദ ആൻസർ ഈസ് അബ്സല്യൂട്ട്ലി 0. ഐഡിയലി 0 അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഐഡിയലി അത് എന്തായിരിക്കണം? 0 വോൾട്ട് ആയിരിക്കണം. അപ്പം ഇത് പി ചാനൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് N ചാനലിലും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇവിടെ ഇങ്ങനെ കൊടുത്ത ബാറ്ററി ഇവിടെ ആവുമ്പോൾ എന്ത് ചെയ്യണം? തല തിരിച്ച് കൊടുക്കണം എന്ന് മാത്രം. എന്തായാലും നമ്മളിതിനെ എന്തിൽ വെക്കണം? റിവേഴ്സ് ബയാസിൽ വെക്കണം. അപ്പോൾ ഇത് റിവേഴ്സ് ബയാസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു കാര്യമാണ്. ഓക്കെ, അത് ചോദിക്കാം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇത് നമ്മൾ വോൾട്ടേജ് കൺട്രോൾഡ് എന്ന് പറയുന്നത്? വോൾട്ടേജ് കൺട്രോൾഡ് ശരിക്കും ഇതിനെ കൺട്രോളിങ് നമ്മൾ ചെയ്യുന്നത്, മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ നമ്മൾ ചെയ്യുന്നത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തല്ലേ? അതേതാ വോൾട്ടേജ്? ദ VGS. സോ VGS അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മളതിനെ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇനി ലൈക്ക് ഇതിനെ സംടൈംസ് ഇതിനെ നമ്മളൊരു ആംപ്ലിഫയർ എന്നും വിളിക്കും. ഓക്കെ,